Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പരാതി കണക്കിലെടുത്ത് ഞാൻ ഇന്ന് വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. വെജിറ്റേറിയൻ ഡിഷ് നമ്മൾ പക്ഷേ പറഞ്ഞ കൂട്ട് പച്ചക്കറി എന്ന് പറയുമ്പോൾ വെള്ളരിക്ക പടവലങ്ങ അതൊന്നുമല്ല. ഞാൻ സ്ഥിരം പറയുന്ന പോലെ പനീറും അല്ല. എന്നാൽ പിന്നെ ഏതാണെന്ന് വിചാരിച്ചത് ഞാൻ ഇന്ന് മഷ്റൂം വെച്ചിട്ടാണ് ഒരു ഡിഷ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും നമ്മുടെ ഹോട്ടലിൽ പോയിട്ടൊക്കെ കഴിക്കുന്ന ഒരു മെയിൻ ഡിഷ്, എക്സ്പെഷ്യലി വെജിറ്റേറിയൻ സമയത്തുണ്ടല്ലോ ഏറ്റവും കൂടുതൽ പിള്ളേരാന്നേലും വലിയവരാന്നേലും ഒക്കെ കഴിക്കുന്ന ഒരു ഡിഷാണ് നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാട്ടോ കടായി മഷ്റൂം. നമ്മളെ കൂട്ടുകാരോടെ ഒക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പെട്ടെന്ന് നമ്മളൊരു ഓൾ ഓഫ് എ സഡൻ ധൃതിയിലൊക്കെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് പറയുന്ന വെച്ചോ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ നമ്മൾ പറയുമ്പോൾ ഇവിടെ നല്ല കടായി ചിക്കൻ കിട്ടും എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൂട്ടത്തിലുള്ളൊരു തമാശ അടിച്ചു ചോദിക്കും, എടാ നീ പോകുന്നിടത്ത് കടമായിട്ട് കിട്ടുമോടാ ചിക്കൻ എന്ന് ചോദിക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെയാ. ഇപ്പം ഈ കടായി ചിക്കൻ ഹിന്ദിയിൽ പറയുവാന്നേൽ ശരിക്കും അത് കടായി ചിക്കൻ എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ ശരിക്കും ഹിന്ദിയിലാണ് പറയുന്നത്. കടായി മീൻസ് ചീനച്ചട്ടി എന്നാന്നു. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുവാന്നേ തന്നെ ഈ ഡിഷ് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? അത് ഈ കുഞ്ഞു ചീനച്ചട്ടിയില്ലയോ അന്നേരം അതിനകത്താ കൊണ്ടുവന്ന് നമുക്ക് തന്നെ സെർവ് ചെയ്യുന്നത്. ചിലയിടത്താന്നേലും അടുപ്പയിലൊക്കെ വെച്ചേച്ച് കൊണ്ട് നല്ലതായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യും. അതിനാന്നു ഈ കടായി ചിക്കൻ അല്ലെങ്കിൽ കടായി മഷ്റൂം, കടായി പനീർ, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട്. ഇന്ന് വരുന്ന നമ്മുടെ ഗസ്റ്റും ഈ കടായി മഷ്റൂം തമ്മിൽ ഒരു ലോങ് കണക്ഷൻ ഉണ്ട്. അതെന്നതാന്നല്ലേ ആലോചിക്കുന്നേ. ഇന്ന് നമ്മുടെ ഇവിടെ ഗസ്റ്റായിട്ട് വരുന്ന ആൾ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് കടവായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഈ കടവായിട്ട് കൊടുത്തുകൊണ്ട് ഞാനൊരു അതുമായിട്ട് റിസംബിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റൈമിങ് വേർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കടായി മഷ്റൂം തന്നെ ചെയ്യുന്നത്. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് വേറെ ആരുമല്ല കേട്ടോ, ഷമ്മി തിലകനാന്നു. ഷമ്മി ചേട്ടനെ പറ്റി പറയുവാന്നേലും നമ്മളൊക്കെ എന്നൊക്കെ ബേസിക്കലി അറിയാവുന്ന എന്നതാണ്. ഷമ്മി ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേലും മിക്ക സിനിമയിലും ഭയങ്കരമായിട്ട് വില്ലനായിട്ടൊക്കെ ചെയ്തേച്ച് നമ്മുടെ എല്ലാവരും മനസ്സിൽ അങ്ങനെയല്ലേ, ഇത് എന്നോ ഇങ്ങനെ റൂഡായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ. ബേസിക്കലി ഞാനും അങ്ങനെ തന്നെയായിരുന്നു, ബിക്കോസ് കാണുന്നതിനൊക്കെ മുന്നേ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ സിനിമയുടെ പുറത്ത് വെച്ച് നോക്കുവാന്നേൽ ആസ് എ പേഴ്സൺ നോക്കുവാന്നേൽ ശരിക്കും പറഞ്ഞ ഒരു ഹീറോയാണ് കേട്ടോ. ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാവോ? നമ്മൾ ഈ മഷ്റൂം വെക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വിശേഷവും പറയാം, അല്ലാതെ ചുമ്മാ ഉള്ളി വയറ്റി അയച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ എന്നതേലും ഒരു കറി വെക്കുവാന്നേൽ വർത്താനം പറഞ്ഞുകൊണ്ട് വെക്കുവാന്നേൽ ആ കറി വെക്കുന്നതിൻ്റെ ഒരു പ്രയാസവും അറിയേല, നമുക്ക് കൊച്ചു വർത്താനവുമായി. അപ്പോൾ ഇനി ഒരുപാട് നേരം വർത്താനം പറയുന്നതിലും ഭേദം ഫസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്നാന്ന് നോക്കാവേ. ഇന്ന് വെക്കാൻ പോകുന്ന കടായി മഷ്റൂം ആന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ളതാന്നു. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻകാർ മേടിക്കുന്നതാണ്. അന്നേരം ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുവാന്നേലും നമുക്കൊരു ഇച്ചിരി കുഞ്ഞ് ചീനച്ചട്ടിയിലാണ് കിട്ടുന്നത്. അതൊക്കെയല്ല, നമുക്ക് അന്നേരം ഇച്ചിരി വയറ് നിറച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനി വിഷമിക്കണ്ട, എഴുതിയെടുത്തോ, വേഗം നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയത് കുറച്ച് മല്ലി, പിന്നെ വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളകാന്നേ. അതെന്നത്തിനാണെന്നറിയോ? എരിവില്ലാതിരിക്കാനാ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ജീരകം, പിന്നെ ഇച്ചിരി പട്ട, ഇച്ചിരി ഏലക്കായ, പിന്നെ ഇച്ചിരി ഗ്രാമ്പൂ, പിന്നെ ഇച്ചിരി കുരുമുളക്. ഇതെല്ലാം ഐറ്റം നമ്പർ 1. ഇതാന്നു കടായി മസാലയ്ക്ക് വേണ്ടിയിട്ട് അരയ്ക്കാൻ പോകുന്ന സാധനങ്ങൾ. അന്നേരം മറ്റുമായിട്ട് മിക്സ് ആക്കൽ. ഇത് ഐറ്റം നമ്പർ 1 ആയിട്ട് എഴുതി വെക്കുക. ഇനി നമുക്ക് ആ മസാല, അതായത് നമ്മുടെ ആ ഗ്രേവിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അന്നേരം ഐറ്റം നമ്പർ 2 ആയിട്ട് എഴുതിയാൽ മതി. ഇനി കുറച്ച് സവാളയാന്നു. ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുക, അതാ തേങ്ങ പോലെ തോന്നുന്നത് അല്ല കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാ. ഇത് കുറച്ച് ടൊമാറ്റോ പ്യൂരയാ. ഇത് മേടിക്കാൻ കിട്ടും, ഇല്ലേലുണ്ടല്ലോ, വിഷമിക്കണ്ട. നമ്മൾ 2 തക്കാളി എടുത്തേച്ച് മിക്സിയിൽ അരച്ചേച്ചാൽ മതി. പിന്നെ കുറച്ച് മഷ്റൂം,
മഷ്റൂം കുറച്ച് കുഞ്ഞായിട്ട്, ഒത്തിരി കുഞ്ഞല്ല, ഒരു മഷ്റൂമിനെ 4ആയിട്ട് കീറിയേക്കുക. ഇനി എന്നാണെന്നറിയാമോ, നമുക്ക് 2 ടൈപ്പ് ഓഫ് മഷ്റൂംസ് കിട്ടും. ഒന്ന് ടിൻ മഷ്റൂംസ് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റോ ആയിട്ടുള്ള മഷ്റൂംസ് കിട്ടുവേ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാന്നേൽ ടിൻ മഷ്റൂംസ് ആണ് ഏറ്റവും ടേസ്റ്റ് ആവുന്നത്. അതിനായിരുന്നു കുറച്ചുകൂടെ ഒരു മീറ്റിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത്. മറ്റേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ടിന്നിലല്ലാത്ത മഷ്റൂം ഉണ്ടല്ലോ, അത് മേടിക്കുവാന്നേൽ കുറച്ച് റബ്ബറിയാണ്. അന്നേരം ഉണ്ടല്ലോ നമുക്കത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ഇതാന്നേൽ എല്ലാവർക്കും ഇഷ്ടമാവും. കുറച്ചൊരു മീറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേന് ആർക്കാണ് ഇഷ്ടമല്ലാത്ത കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് മേടിക്കുക. ഇതിന് ഇച്ചിരി കാശ് കൂടുതലാണെന്നേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി, എന്നാലും ഇതിനാട്ടോ സ്വാദ്. പിന്നെ ഈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ നമ്മൾ മറ്റേ മേടിച്ചേച്ചാലും മതി. പക്ഷെ അത് മേടിക്കുമ്പോഴത്തേന് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം. അതായത് വെള്ളത്തിലൊന്ന് കഴുകിയേച്ച്, ഇച്ചിരി മെനക്കേടാ, വെള്ളത്തിലൊന്ന് കഴുകിയേച്ച് ഒരു എന്നാ പറയുന്നത്, ഒരു സാധാ നമ്മുടെ നേരിയ തുണിയൊക്കെ എടുത്തേച്ച് അതിൻ്റെ ആ വൈറ്റ് ആ മഷ്റൂമിൻ്റെ പുറത്തുള്ള ഇരിക്കുന്ന എല്ലാം തുടച്ചൊക്കെ കളയണേ. അത് ഇച്ചിരി മെനക്കേടാ. പിന്നെ ആന്നേൽ അതിൻ്റെ ആ മഷ്റൂമിൻ്റെ ഉള്ളിൽ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ബ്ലാക്കിഷ് ഉണ്ട്. എൻ്റെ ഈ നെറ്റിൻ്റെ ഇടയിലുണ്ടല്ലോ ഇച്ചിരി അഴുക്കുണ്ടാവും. ഇതിനേക്കാട്ടിലും അഴുക്ക് കൂടുതലായിരിക്കും മറ്റേനെ. അന്നേരം അത് ഫുൾ ക്ലീൻ ചെയ്ത് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ വയറിനൊക്കെ കുഴപ്പമാണ്. അതിലൊക്കെ ഭേദം ഒരു ഇച്ചിരി 10 രൂപ പോയാലും വേണ്ടുകയില്ല, ഇത് മേടിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അന്നേരം മെനക്കേടുമില്ല, ഇച്ചിരി ഒന്ന് കഴുകിയേച്ച് മാക്സിമം ആ ബ്ലാക്ക് കളയാവുന്ന എത്രയുണ്ടോ അത്രയും കളയുക. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടിയ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കസൂരി മേത്തി, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഇതിന് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. വെളിച്ചെണ്ണ വേണ്ട. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഡ്രൈ ആയിട്ടുള്ളതിനെ ഇച്ചിരി ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതായത് ഒരുപാട് നമ്മൾ എന്ന് പറയുന്നത് മീനിനൊക്കെ വറുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒരുപാട് അങ്ങ് മൊരിക്കണ്ട, ഒരു ഇച്ചിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തേച്ചാൽ മതി. അത് കഴിഞ്ഞ് അതിനെ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അരയ്ക്കോ പൊടിക്കോ ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഫസ്റ്റ് നമുക്കതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ എത്രയാണ് മഷ്റൂം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അത് കണക്കനുസരിച്ച് നമ്മുടെ ഓരോ സാധനങ്ങൾ ചേർക്കുക. എരിവിനനുസരിച്ചുള്ളത് നമ്മുടെ മുളക് ചേർക്കുക, കുരുമുളക് ചേർക്കുക. എരിവ് കൂടുതലാണെന്നേൽ അതനുസരിച്ച് ചേർക്കണേ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മഷ്റൂം ഒരു 200 ഗ്രാംസോളം വരും. അതിന് വേണ്ടി ഇതാ ചേർക്കുന്നത്. മല്ലിയൊക്കെ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇച്ചിരി എന്താ പറയുക, ഒരു കുത്തൽ വരും മല്ലിയുടെ. അല്ലേ, എല്ലാത്തിനും ഉണ്ട്, മല്ലിക്കുണ്ട് പട്ടയ്ക്കുണ്ട്, എല്ലാം കുത്തും. അന്നേരം കുത്താത്ത രീതിയിൽ നമ്മൾ എടുത്തിടുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഇടാൻ പോകുന്നത്. പിന്നെ വറ്റൽ മുളക് ആന്നേലും ഇതിന് എരിവില്ല. എന്നാൽ നമ്മുടെ കറി ആന്നേലും ഒരു ഇച്ചിരി ചുമന്ന കളറായിരിക്കണ്ടേ, അന്നേരം പിന്നെ ഒരു ഇച്ചിരി ഇടുന്നതുകൊണ്ട് വിഷമമില്ല. ജീരകം ആന്നേലും ഞാൻ പറഞ്ഞത് നോർത്ത് ഇന്ത്യൻ കറിയാന്നേ, അന്നേരം അവർക്ക് ജീരകമുണ്ട്. അന്നേരം ഒരു ഇച്ചിരി നമ്മൾ കേരളക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയില്ല, എന്നാലും ആ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ വരുമെന്നാണ്. സ്പൈസസിൽ പട്ട ഒരു കഷ്ണം എടുത്തുള്ളൂ. സ്പൈസസ് ചേർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് മല്ലിയും പട്ടയാണ്. അത് ഇച്ചിരി എപ്പോഴും കുറഞ്ഞിരുന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. ഏലക്ക ഒരു 3-4 എണ്ണം, ഗ്രാമ്പു അതേ കൂട്ട് ഒരു 3-4 എണ്ണം, പിന്നെ ഇച്ചിരി കുരുമുളക്. അന്നേച്ച് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. അതിൻ്റെ മൂപ്പിൻ്റെ കണക്ക് എങ്ങനെയാണെന്നറിയാമോ, മല്ലിയുടെ നിറം ഒന്ന് മാറി കിട്ടുവേ. മല്ലി ഇച്ചിരി മൂത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ നല്ലൊരു കുത്തലുണ്ടാവുമെന്ന് അത് വരികയും ചെയ്യും. ഇതൊരു ഡ്രൈ ആന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന കടായി മഷ്റൂം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡ്രൈ അഥവാ ഒരു ഇച്ചിരി തിക്ക് ഗ്രേവി അല്ലെങ്കിൽ ഒരു റിച്ച് ഗ്രേവി ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് എന്നാ പറയുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പില്ലേ അതങ്ങോട്ട് അരച്ച് ചേർത്തേച്ചാലും മതി. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇച്ചിരി ഫ്രഷ് ക്രീം ചേർത്തേച്ചാൽ മതി. ഇത് ചേർക്കുന്നതുകൊണ്ടൊന്നും രുചി വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. ബേസിക്കലി കടായിൽ അത് ചേർക്കാറില്ല, പക്ഷെ ചേർത്തുകൊണ്ട് രുചി വ്യത്യാസവും വരികയില്ല. ഇപ്പം നമ്മുടെ മല്ലിയെല്ലാം നല്ലതായിട്ട് മൂത്തേ. ഇനി ഇതിനെ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് കുഞ്ഞ് മിക്സിയിൽ നല്ല എത്ര അങ്ങോട്ട് നമുക്ക് പൊടിക്കാൻ ഒക്കുന്നോ അത്രയും അങ്ങോട്ട് പൊടിച്ചോ.
ഇത് ഒത്തിരി അങ്ങോട്ട് എന്നാ പൗഡർ പോലെ ആവുകയെല്ലാം ചോദിച്ചാൽ ആവും, പക്ഷെ അത്രയും അങ്ങോട്ട് പൊടിക്കല്ലേ. എന്നാന്നോ നമ്മൾ ബേസിക്കലി കടായി മേടിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ ചെല്ലുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിനകത്ത് കാണാറില്ലേ മല്ലിയൊക്കെ ഇങ്ങനെ ഇച്ചിരി കാണാൻ നോക്കും. അതേ കൂട്ട് പൊടിഞ്ഞേച്ചാൽ മതി. ഫൈൻ പേസ്റ്റ് അല്ല, ഒരു ക്രഷ്ഡ് എന്നാലല്ല ഇച്ചിരി കൂടി പേസ്റ്റ് ആവുന്ന പരുവത്തിന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഇച്ചിരി ഉള്ളത് കൊണ്ട് എന്നാ ചെയ്യണമെന്നോ നമ്മൾ ഇച്ചിരി ഒന്ന് ചൂടോടെ പൊടിച്ചാലേ അത് പൊടിയത്തുള്ളൂ. പരുവം ഈ പൗഡേർഡായിട്ട് പൊടിക്കല്ലേ, ഇത്രയും ക്രഷ്ഡായിട്ട് പൊടിച്ച് വെച്ചാൽ മതി. എന്നാൽ ഫൈൻ പൗഡറും അല്ല, ഒരു ഇച്ചിരി നല്ല മണം വരുന്നുണ്ട്. ആ മസാലയ്ക്ക് തന്നെ ഒരു നല്ല മണമാണ്. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് നമ്മൾ ജീരകം ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, സ്പൈസസ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സപ്പോസ് നമുക്ക് ആ സ്പൈസസ് ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറച്ചിടുവാന്നേൽ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടേച്ച് ഇച്ചിരി ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് സവാള ഇട്ടേച്ചാൽ മതി. പക്ഷേ ഞാൻ ഇതിനകത്തോട്ട് തന്നെ എല്ലാം ഇട്ടേക്കുവാന്നേ. അതുകൊണ്ട് ജീരകവും ഞാൻ ഇതിനകത്ത് ചേർക്കുക. ജീരകം ചേർത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയിലോട്ടിട്ടൊന്ന് പൊട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ജീരകത്തിൻ്റെ വരും. ഇനി നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ജീരകം വേണേൽ ഇപ്പം ഇടാം, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് ഇടണ്ട കേട്ടോ. ഇതിനകത്തോട്ട് നമ്മുടെ സവാള, ഇതൊരു ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആണേ. അന്നേരം എന്നാന്നോ ഇച്ചിരി സവാള കൂട്ടിക്കോ. അതല്ല നമ്മളിപ്പോൾ അന്നേൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുവാന്നേൽ അല്ലെന്നുണ്ടെങ്കിൽ ക്രീം ചേർക്കുവാന്നേൽ സവാള ഇച്ചിരി കുറച്ചോളൂ. അതല്ല ഡ്രൈ ആയിട്ട് എടുക്കുവാന്നേൽ കൂട്ടി. എത്ര സവാളയുടെ അളവ് അനുസരിച്ചിരിക്കും ആ ഒരു കോട്ടിങ് വരുന്നത്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ചേർക്കുക. അല്ലേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ എന്നാ കറി വെച്ചാലും ഉള്ള കാര്യം പറയാം, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്താലേ ആ കറിക്ക് ഒരു സ്വാദും വരുള്ളൂ, ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളേ. ഇതിനകത്ത് ബേസിക്കലി ചേർക്കുകയല്ല, പക്ഷേ നമ്മുടെ കേരളക്കാരല്ലേ മഞ്ഞയോട് ഒരുപാട് നമുക്ക് വിശ്വാസമുണ്ട്. അന്നേരം ഒരു നല്ല മഞ്ഞപ്പൊടിയോട് ഇടാം കേട്ടോ. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളൂ. ഇനി എന്നാ പണിയെന്നറിയാവോ, ഇതിനെ ഒരു ഇച്ചിരി നമ്മുടെ ആ ഉള്ളിക്കകത്തുള്ള വെള്ളമില്ലയോ, അന്നേരം ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിയേച്ച് എണ്ണ ഒരു ഇച്ചിരി തെളിയാനുള്ള നേരമുണ്ട്. നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, ഒരു എന്നാ പറയുന്നത് നമ്മളെ കട്ട്ലേറ്റിനോളം വരുവാക്കല്ലേ, എന്നാലും ഒരു ഇച്ചിരി എന്നാ ഉള്ളി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയേച്ച് ആ ഉള്ളി ഒന്ന് മൂക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാലയില്ലേ അതൊന്ന് ഇച്ചിരി ചേർത്ത് കൊടുക്കണം. മുഴുവനല്ല, ഒരു ഇച്ചിരി. അന്നേച്ചാൽ അതിന് ഒരു എന്നാ റോ ടേസ്റ്റ് ഇല്ലായോ, അതും കൂടെ ഒന്ന് മാറി കിട്ടിയേച്ചാൽ ഇതിനകത്തോട്ട് ഇങ്ങനെ കിടക്കട്ടെ. അന്നേച്ച് എന്നാ ചെയ്യണമെന്നറിയാവോ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ടൊമാറ്റോ പ്യൂരയും കൂടെ ഇതിനകത്ത് അങ്ങ് ചേർക്കണം. ടൊമാറ്റോ പ്യൂരേ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പണി എന്നാന്ന് വെച്ചാൽ ആ ടൊമാറ്റോ പ്യൂരയുടെയും കൂടെ ആ വെള്ളം ഒന്ന് പറ്റിയേച്ച് എണ്ണ തെളിയണം. അത്രയും നേരവും കൂടെ ഒന്ന് ക്ഷമിച്ചാലേ ഒക്കത്തുള്ളൂ. അതൊന്ന് എന്നാ പറയുക, ആ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ.
ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതെന്നാന്നറിയാവോ? അറിയാമല്ലോ, നമുക്ക് ഇച്ചിരി എണ്ണ ഒന്ന് തെളിയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന പൊടിയില്ലായോ, അന്നേരം അതും കൂടി ഇച്ചിരി ഒന്ന് വെന്ത് കിട്ടുവേ. അന്നേരം അതും കൂടെ ചേർത്തേച്ച് ചെയ്യാനാന്നു ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം 2 പണിയാണ്. എന്നാ എണ്ണയും തെളിയും നമ്മൾ ഇട്ടേക്കുന്ന പൊടിക്ക് ഒരിച്ചിരി വേവ് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു റോ ടേസ്റ്റ് അതിന് വരുവേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എണ്ണ ഇടേണ്ടതെന്നറിയാം, മഷ്റൂം ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാന്നു നമ്മൾ ഇച്ചിരി ക്യാപ്സിക്കവും ഇച്ചിരി കസൂരി മേത്തി, പിന്നെ അന്നേരം ഒരു ഇച്ചിരി ഉപ്പ്. ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അന്നേരം ഒരു ഇച്ചിരി ഉപ്പ്. മഷ്റൂമിനൊക്കെ അന്നേരം ഒത്തിരി ഉപ്പൊന്നും പിടിക്കുകയില്ല. അന്നേച്ച് ഇത് ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാവോ? ഒരു ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചേച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുക. അതല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടേച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇട്ടേക്കുക. അന്നേരം ആ ഗ്രേവി, അതായത് നമ്മുടെ മഷ്റൂം ഒരു ഇച്ചിരി വെന്ത് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ഈ ഒരു നടുഭാഗത്തോട്ടൊരു എന്നാ പറയുക, ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് ഇതിനകത്തോട്ട് നമുക്ക് എത്ര വേണ്ട മല്ലിയില ഇടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ടോളുക. ഈ മല്ലിയിലയുടെയും കറിവേപ്പിലയുടെയും കണക്ക് മാത്രം എന്നോട് പറയല്ലേ, അത് ഒരു ഇച്ചിരി വീക്ക് പോയിന്റ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലിടും. അന്നും പറഞ്ഞ് ഞാൻ ഇടുന്നിടത്തോളം ഇട്ടേക്കരുത്, ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ ചെയ്തേക്കുന്നത് ഡ്രൈ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ അഥവാ നമ്മൾ ചേർത്തേക്കുന്ന പൊടിയൊക്കെ ആകുന്നതിൽ കുറച്ച് കുറവാകുന്നതിൽ ഇപ്പം നമ്മൾ മഷ്റൂം ഒന്ന് വേവാനിടുകയല്ലേ, ആ സമയത്ത് കുറച്ചുകൂടെ ഇട്ട് അതിൻ്റെ രുചി എല്ലാം ഒന്ന് നോക്കി വെച്ച് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. അതല്ല കുറച്ച് ഗ്രേവി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ഒഴിച്ച് ക്രീം ഒഴിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ യു. ഇപ്പം ഞാൻ അന്നേരം ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ എന്നാ ചെയ്യണം, ഇച്ചിരി നേരം അതൊന്ന് വേവണം. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യണം, അടുക്കള വൃത്തിയാക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു ബ്രേക്ക് കൂടെ പോകാം. നമ്മുടെ കടായി മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇത് ഡ്രൈ ആക്കിയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാൻ പോകുന്ന ചപ്പാത്തിയ, ഇനി ഇച്ചിരി സാലഡുണ്ട്. തൈര് മസ്റ്റൊന്നും അല്ല, പക്ഷേ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഇത് തൈര് ഇതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. അത് പക്ഷേ റോട്ടിയോ നാണോ എന്നതേലും ഒക്കെ ആന്നേലും കൊടുത്തേച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ചപ്പാത്തി വെച്ചേക്കോ. പിന്നെ എങ്ങാനും ഒരു തൈര് വേണമെന്ന് തോന്നുവാന്നേൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാം റെഡിയാന്നേ. ഒരു നമസ്തേ ചേട്ടാ. നമസ്തേ. വരണം വരണം വരണം. എല്ലാം റെഡിയാണല്ലേ? അതെ, റെഡിയാന്ന് ചേട്ടാ. ഞാനിപ്പോ ചേട്ടനെ പറ്റി എന്റെ പ്രഷറോട് പറഞ്ഞതേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ നമ്മൾ എല്ലാരും ചേട്ടനെ ബേസിക്കലി സ്ക്രീനിൽ കാണുന്ന ഭയങ്കര വില്ലൻ ആയിട്ടാണ്. അപ്പത്തേക്ക് ഈ പറഞ്ഞ കൂട്ട് എനിക്ക് അന്നേലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറയുമായിരുന്നു, ചേട്ടനെ കണ്ടിട്ട് ബേസിക്കലി എല്ലാവരും വിചാരിക്കും ഭയങ്കര റൂഡാന്ന്, ഹാഷാന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും അല്ല ചേട്ടൻ. അപ്പാർട്ട് ഫ്രം ഫിലിം ചേട്ടൻ ജനങ്ങളുടെ ഇടയിൽ അങ്ങോട്ട് ഇറങ്ങുക അന്നേരം ഭയങ്കര ഒരു ഹീറോ ആന്നാ പറഞ്ഞേക്കുന്നത്. ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിൽ ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അതിന് മുന്നേ എനിക്ക് ചേട്ടനെ കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കണോന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന കടായി മഷ്റൂമാണ്. അപ്പൊ ചേട്ടനാണെങ്കിൽ ഒരുപാട് പേർക്ക് കടമായിട്ട് ശബ്ദം കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ഒരു റൈമിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എന്നാന്നോ, ശരിക്കും നമ്മൾ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഡബിങ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. അപ്പം ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ബോത്ത് ചേട്ടൻ ചെയ്യുക. അപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടർ ഉൾക്കൊള്ളുന്ന പോലെ തന്നെ ബിഹൈൻഡ് ആയിട്ടും നമ്മൾ ആ ക്യാരക്ടർ അത്രയും ഉൾക്കൊണ്ടിട്ട് തന്നെയാണോ അതിൻ്റെ മോഡുലേഷൻസ്, കുത്ത്, കോമ, ഗ്യാപ്പ്, ചിലപ്പോൾ ഒരു മൂളലും കൊണ്ടായിരിക്കും ആ ഒരു ക്യാരക്ടറിന് അത്രയും ഒരു പൂർണ്ണത വരുന്നത്. ആ ഒരു ഡിഫറൻസ് അല്ലേ ആ ചേട്ടൻ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞുതരാമോ? പറയാം. അതിനകത്ത് പറഞ്ഞ പോലെ ഒരു ഇപ്പം ആനിയും നമ്മളൊക്കെ ആർട്ടിസ്റ്റുകൾ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് വലിയ പാടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് എന്താണ്, നമ്മളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ശബ്ദം തന്നെ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ആനക്കാര്യമല്ല. പക്ഷേ മറ്റുള്ള നടീനടന്മാർ അവർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന്
നമുക്കറിയില്ല. അവർ അറിയിച്ച ശബ്ദം മാത്രമേ നമുക്കറിയുള്ളൂ. അവർ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ മലയാളം അറിയാത്ത നടീനടന്മാരാണ് വരുന്നതെങ്കിൽ പിന്നെ അവരുടെ ഉൾക്കൊള്ളലും ശരിയായ വിധത്തിലായിരിക്കത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ മറ്റേ ദേവാസുരം സിനിമയിൽ കണ്ടിട്ടുണ്ടോ? അതിൽ ഞാൻ ഡബ് ചെയ്ത ഒരു ക്യാരക്ടർ നെപ്പോളിയന്, അതിൽ നീല ഒരു കാറ് കത്തിയാൽ എനിക്കത് പുല്ല പകരം നിന്റെ സാമ്രാജ്യം കത്തിക്കാൻ എനിക്കറിയാന്ന് പറയാം. അതിൽ ആ ഡയലോഗ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നീല ഒരു റൂ കത്തിയാൽ എനിക്കത് പുല്ല. ഒന്നാലോചിക്ക്, എങ്ങനെ മലയാളം അറിയാലോ, എങ്ങനെ നമ്മളത് കറക്റ്റ് ചെയ്യും? ശരിയാ. അപ്പൊ അത് കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചേട്ടൻ നെപ്പോളിയൻ ചേട്ടൻ പറഞ്ഞതും ഷമി ചേട്ടൻ പറഞ്ഞോന്ന് പറഞ്ഞു. അത് അത് ഞാൻ പറഞ്ഞു. നീല ഒരു കത്തിയാൽ എനിക്കത് പുല്ല. അപ്പൊ നമ്മളതിനെ മ്യൂസിക്കൽ നൊട്ടേഷൻ വെച്ചൊന്ന് ആലോചിച്ച് നോക്കുക. റിതം, താളം വെച്ചിട്ട് ഇപ്പൊ നമ്മളൊരു ആദ്യ താളത്തിൽ ഒരു കൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആ ഇപ്പൊ 4 അക്ഷരം ഉണ്ടെങ്കിൽ ഇപ്പൊ 4 കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും പകുതിയാക്കാമല്ലോ. അപ്പൊ നമുക്ക് അതിനകത്ത് ആ നൊട്ടേഷൻ അത് എവിടെ വന്നിരിക്കുന്ന ആ കറക്റ്റ് പൊസിഷൻ നമുക്ക് ആ താളത്തിൽ കിട്ടും. ഇപ്പൊ നീല ഒരു റൂ കത്തിയാൽ അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നീല ഒരു കാറ് കത്തിയാൽ എനിക്കത് മനസ്സിലായില്ലേ? ആ ഒരു എന്താണ് ഒന്ന് വലിച്ചു നീട്ടി കൊടുത്തു. ആ വലിച്ചു നീട്ടുന്ന ഒരു സ്റ്റൈലൈസേഷൻ ആക്കി എടുത്തു. എന്തായാലും ഇപ്പൊ ദേവാസുരത്തിൽ ഇങ്ങനെ ആന്നുള്ളത് ഇപ്പോഴല്ലേ നമ്മൾ സത്യം പറഞ്ഞേ. ശരിക്കും ഇത്രയും നാളെ നമ്മുടെ മനസ്സിനകത്ത് നെപ്പോളിയൻ ചേട്ടന്റെ സെയിം അത് തന്നെ നമ്മൾ ഇങ്ങനെ മനസ്സിനകത്ത് വെച്ചേക്കാം. ഇപ്പൊ ഷമി ചേട്ടന്റെ ഒരു ശാസ്ത്രീയതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ അബൂ സലീമിന്റെ ഒരു ഫിഗർ അറിയാലോ. എന്തിനാ പറയുന്ന പറഞ്ഞാൽ അത് മിസ്റ്റർ ഇന്ത്യയാണ്. അപ്പൊ അബൂ സലീം ഒരു വില്ലൻ വേഷം അഭിനയിക്കുന്നു. അപ്പൊ ഞാനാണ് ഡബ് ചെയ്യുന്നിരിക്കട്ടെ. അബൂ സലീമിന്റെ ഫേസ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അബൂ സലീമിന് ഉൾക്കൊള്ളാവുന്ന അത്രയും ഓക്സിജൻ ഇപ്പൊ നമ്മുടെ സോമയാജുലുവിന് പറ്റൂല. ഞാൻ സോമയാജുലുവിന് ഡബ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അബൂ സലീം നെഞ്ചവന്റെ അപ്പൊ ഞാൻ അതിനനുസരിച്ച് മൈക്കിന് മുമ്പിൽ വരുമ്പോ അറിയാം ആ ഒരു ഡെവലപ്മെന്റ് എന്നിലുണ്ടാകും. അതുണ്ടായെങ്കിൽ എങ്കിലേ നമ്മൾ അതുമായിട്ട് ഈ പറഞ്ഞ പോലെ മാച്ചിങ് ആവും. അപ്പൊ ഷമ്മിയുടെ ശബ്ദമായിട്ട് തോന്നൂല. അതേസമയം നിങ്ങൾ ആ പിക്ചർ കാണാതെ കണ്ണടച്ചിരുന്ന് കേട്ടാൽ എന്റെ ശബ്ദം. ശരിക്കും പറഞ്ഞാൽ ഷമിച്ചേട്ടനോട് ഒരു സംശയം ചോദിച്ചാൽ നമുക്ക് A to Z സംശയങ്ങൾ മാറി കിട്ടുവേ. പക്ഷെ അത് ഇവിടെ നിർത്തി ഞാൻ ചോദിക്കല്ല, നമുക്ക് അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ. അതും ഒരു ഹീറോ ഉണ്ട് ഷമിച്ചേട്ടന്റെ ഇടയിൽ, അതും കൂടെ എനിക്കൊന്ന് അറിയണം. വരണം ചേട്ടാ. അതെ ഷമി ചേട്ടാ, ഒരു കാര്യം ചെയ്യട്ടെ. നമ്മുടെ വിത്ത് ഫുൾ റെസ്പെക്ട്, തിലകൻ അങ്കിളിനെ ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ വെച്ചാൽ ബാക്കി ആർക്കും അറിയാൻ മേലാത്ത ഒരു മലയാളി പോലും ലോകത്തില്ല സത്യം. അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ തിലകൻ അങ്കിളിനോട് ഞാൻ ഒരു പടത്തിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ ഫസ്റ്റ് മൂവി അമ്മയാണ് സത്യം മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. പക്ഷെ എൻ്റെ പ്രേക്ഷകർക്കും തിലകൻ അങ്കിളിനെ കുറിച്ച് അറിയാനും ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനും കാണുവേ. അപ്പൊ ആദ്യമുള്ള തിലകൻ അങ്കിളിന്റെ കൂടെ ഉള്ള നാടകത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് എല്ലാം ഒന്ന് ഞങ്ങളോടൊന്ന് പറയാം. ഒന്ന് കേൾക്കാം. സന്തോഷമുള്ള കാര്യമല്ലേ. ഒരു 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ചാൽ ഞാൻ അച്ഛൻ്റെ കൂടെ നാടകത്തിലേക്ക് പോരുന്നത്. അത് അച്ഛൻ ആ സമയത്ത് PJ ആന്റണി അറിയോ? PJ ആന്റണി PJ ആന്റണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത്, അതായത് ഭരത് അവാർഡ് ആദ്യം മലയാളത്തിന് കൊണ്ടുവന്നത് PJ ആന്റണിയാണ്. അത് നിർമ്മാല്യം സിനിമയിലാണ്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊരു ഒരല്പം കവിതാത്മകമായിട്ട് പറഞ്ഞാൽ ഭരത് ആദ്യം എത്തിച്ച മലയാളിയായല്ല ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, ഭരതമുനിതൻ പ്രതിച്ഛായ തോന്നിച്ചിട്ടാണ്. ഇത് എന്നെ ഇങ്ങനെ പറഞ്ഞ കവിത എഴുതുവോ? അതെ അതെ. 5 മന വീട്ടിൽ കണ്ട നാൾ തൊട്ടെനിക്ക് ആരാധ്യനാണ് ഇപ്പോഴും PJ ആന്റണി. ഭരത് ആദ്യം എത്തിച്ച മലയാളിയായല്ല, ഭരതമുനിതൻ പ്രതിച്ഛായ തോന്നിച്ച്. അപ്പൊ ഭരതമുനി എന്ന് പറഞ്ഞ ആരാണ്? അതാണ് PJ ആന്റണി. ആ PJ ആന്റണിയെ ശരിക്കും പറയുന്നത് വിസ്മരിക്കുന്നതാണ് ഇപ്പോഴത്തെ തലമുറയുടെ അഭിനയത്തിലും അല്ലെങ്കിൽ കലാബോധത്തിലുമുള്ള സിനിമയുടെ തന്നെ സിനിമയിൽ വരുന്ന എന്തെങ്കിലും മൂല്യച്യുതിയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിനെ പോലെയുള്ളവരെ വിസ്മരിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആൻ്റണിയുടെ നാടകത്തിലൂടെയാണ് ഞാൻ 2ാം ക്ലാസ്സിൽ 6 വയസ്സുള്ളപ്പോഴോ മറ്റോ ആണ്
ഭാഗ്യം, അതൊരു ഭാഗ്യമായിട്ട് ഇന്നും എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു ഞാൻ. അന്നത്തെ ആ നാടകത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഒക്കെ ഒന്ന് പറയാം. പിന്നെ അടിയന്തരാവസ്ഥ കാലം, വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാളരാത്രി എന്ന് പറഞ്ഞൊരു നാടകം വന്നു. അത് ആ സമയത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള നാടകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ വിഷയമായിട്ടുള്ള നാടകമായിരുന്നു അത്. രാജൻ കേസ് എന്നൊക്കെ പറഞ്ഞൊരു അതായിരുന്നു. എനിക്ക് പലയിടത്തും കല്ലും ബോംബും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പേടിയില്ലായിരുന്നു? പേടിയെന്ന് പറഞ്ഞാൽ എന്നെ സമയം 6 വയസ്സുള്ളത്, എന്നെ സമയത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ എൻ്റെ ഹീറോ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇരടാ അവിടെ, അത്രയല്ലേ ഉള്ളൂ. എന്താണ്, ഒരിക്കൽ ഒരു മുണ്ടക്കയത്ത് അച്ഛൻ്റെ നാട്ടിൽ ഈ കാളരാത്രി നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു സെൻട്രൽ ഓഡിറ്റോറിയം, അങ്ങനെ ഒരു തിയേറ്ററിനകത്ത്, സിനിമ തിയേറ്റർ, സെൻട്രൽ തിയേറ്റർ എന്ന് പറഞ്ഞ പേര് മറന്നുപോയി. ഇവർ ഈ ആസ്ബസ്റ്റോസ് ഷീറ്റാണ് ഇട്ട്. അപ്പോൾ അവിടേക്ക് ഒരു കല്ല് വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്ന് ആലോചിക്കും. അത് ഇതിൻ്റെ ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ അടിവാരത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് വലിയ കല്ലുകളും കണ്ടു പടപടാന്ന് എറിയാണ് ഈ എതിർകക്ഷിക്കാർ. അത് കംപ്ലീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കട്ടൻ ഇടുന്ന അവിടുന്ന് അവൻ്റെ ബാക്കിൽ നിന്നും അതുപോലെ പ്രശ്നം വന്നു. അപ്പം ഞങ്ങളുടെ കട്ടൻ ഇടുന്ന ആൾ ഓടി വന്നിട്ട് അച്ഛനും ഞാനും സ്റ്റേജിൽ നിൽക്കുക, ഞാൻ പയ്യനല്ലേ, ഞങ്ങൾ 2 സ്റ്റേജിൽ നിൽക്കുക, കട്ടൻ ഇട്ട് വന്നു. മൈക്ക് ഓണായി കിടക്കുക. അച്ഛൻ അച്ഛൻ തെറി വിളിച്ചു പറഞ്ഞു മൈക്കിൽ കൂടെ, കഥ പോക്കി. ആക്കട അറിയേണ്ടത് മൈക്കിൽ കൂടെ എറിയണം, നേരിട്ട് വന്നിട്ടാ ഇതെവിടെ നിൽക്കുകയാണ് കട്ടമുക്ക്, നീ പൊക്കടാകത്തോട് എന്നോട്, എന്നെ അങ്ങകത്ത് വിട്ടു എറിയാൻ പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞു. അത് സ്ട്രോങ് ആയിട്ട് ഒരൊറ്റ എറിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരിക്കൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് ചേർത്തല ഏരിയയിൽ എവിടെയാണ്, അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അവിടെ ഞങ്ങൾ നാടകത്തിന് നിന്ന് ചിലപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം വെച്ചാൽ അന്ന് മറ്റേ മിനിസ്ട്രിയാണ് ഉള്ളത്. അപ്പോൾ ഈ നാടക ട്രൂപ്പിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കരുതെന്ന് ഓർഡറാണ്, ഗവൺമെൻറ് ഓർഡറാണ്. അപ്പോൾ ഈ ഞങ്ങൾ എവിടെ ചെന്നിട്ട് പ്രൊട്ടക്ഷൻ ചോദിച്ചാൽ തരില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും, പാർട്ടിയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ. ഒരു ലോറിയിൽ ആൾക്കാരിങ്ങനെ കൂടെ വരും, അവർ ഓരോ പഞ്ചായത്ത് കഴിയുമ്പോൾ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയാണ് അവരുടെ ബലത്തിൽ. ഒരു വർഷം 365 ദിവസമുള്ള 470 നാടകമാണ് കളിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. ആ റെക്കോർഡ് ഇതുവരെ ജീവിതത്തിൽ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ ഒറ്റ വർഷം കളിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ചേർത്തല നാടൻ കട്ടണം കെട്ടാനായിട്ട് ഇങ്ങനെ അച്ഛനും എന്നെയും വിളിച്ചുകൊണ്ട് ഈ കടകളിലൊക്കെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ കുറേ പയ്യന്മാർ ഹലോ വിളിച്ചു. അപ്പോൾ അച്ഛൻ തിരിഞ്ഞു തിലകൻ വിളിച്ചു. അപ്പോൾ അച്ഛൻ എന്താ പിള്ളേരാ, തിലകനല്ലേ? അതെ, തിലകൻ ചേട്ടാന്നും വിളിക്കാറുണ്ട്. ആ, ഇതിനകത്ത് മറ്റേ പ്രധാനമന്ത്രിയെ കളിയാക്കുന്നുണ്ടോ? ഉണ്ട്. മുഖ്യമന്ത്രിയെ കളിയാക്കുന്നുണ്ടോ? ഉണ്ട്. ഒരേക്കെ കളിയാക്കുന്നില്ലേ? ഓരോരുത്തരുടെയും പേരെടുത്തിട്ട് ഉണ്ട്. ഈ നാളോടെ കളിക്കരുത് കേട്ടോ, പ്രശ്നമാവും. അപ്പോൾ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 16. നിനക്കോ? എനിക്ക് 19. നിനക്കോ? 18. എടാ നീ ഒന്നും ഇന്ത്യൻ പൗരനല്ല. 21 വയസ്സാണ് അന്ന് ഇന്ത്യൻ പൗരൻ, 21 വയസ്സാണ്. നീ ആദ്യം ഇന്ത്യൻ പൗരനാകുക, എന്നിട്ട് നീയൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കും. ഓടാടത് ഒറ്റ പോകാണ്. പക്ഷെ എന്നാലും അച്ഛന് പേടിയുണ്ടായിരുന്നു. അച്ഛൻ നേരെ അവിടെ വന്ന് സ്റ്റേജിൽ വന്നിട്ട് എൻ്റെ സംഘാടകരെ വിളിച്ചു. അവനെ വന്ന് 2 പെണ്ണുങ്ങളുണ്ട്, ഒരു പയ്യനുണ്ട്, പിന്നെ ഒരു ചെറിയ ഭീഷണി വന്നിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഒന്ന് തീർത്തേക്കണം. ആരെന്തിട്ട് പേടിക്കണേ, ധൈര്യമായിട്ട് എടാ കുട്ടപ്പാട്ട് അങ്ങ് പോയി വന്നേ. അപ്പം ഞങ്ങൾക്ക് ഈ നാടകത്തിന് 24 മുള വേണം, ഈ കട്ടം കെട്ടാനും കാര്യങ്ങൾ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് അവിടെ മുളയില്ല, അതിന് ഈ കഴയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ചെത്തി മിനിക്ക്, നല്ല എന്താ പറയുന്നത്, ഈ പോലീസുകാരുടെ ലാത്തി അതുപോലെ നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ള സാധനം മതി. അപ്പോൾ അതൊരു 2 ലോഡ് മറ്റോ വണ്ടിയുടെ സ്റ്റേജിൻ്റെ ബാക്കിൽ കിടപ്പം. ഞങ്ങൾ അതെടുത്ത് ഇങ്ങനെ കെട്ടിയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 പേരെടുത്തിട്ട് ഒരു മുള എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് 2 വലിയാണ്. നോക്കിയപ്പോൾ 2 കുന്ത ഇങ്ങനെ വെച്ചിരിക്കുക. 2 കുന്ത ഇങ്ങനെ കയറ്റി അകത്തോട്ട് വെക്കുമ്പോൾ 2 എണ്ണമാണ്. ഈ സാറ് ധൈര്യമായിട്ട് നിങ്ങൾ കളിച്ചോ സഹാബേ. ഇത് കംപ്ലീറ്റ് ഓഡിറ്റോറിയത്തിൽ ലൈറ്റ് കെട്ടിയേക്കണ മുഴുവൻ ഇതേലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ട്യൂബ്ലൈറ്റിൻ്റെ അടിയിൽ 4 പേര് വെച്ചുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് കളിച്ചോളാം. ഒരുത്ത അനങ്ങൂല്ല അവിടെ നിന്ന്. കത്തം നാടകം തുടങ്ങാനായിട്ട് മുടങ്ങുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് അല്ല അലൗൺസ്മെൻറ്റ് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ എടപ്പള്ളി രശ്മി തിയേറ്റേഴ്സിൻ്റെ കാളരാത്രി നാടകം ഇവിടെ സമാരംഭിക്കുകയാണ്. ഈ നാടകം തുടങ്ങുമ്പോൾ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്വസ്ഥാനത്തു നിന്ന് എഴുന്നേൽക്കുകയോ കൈ സ്വസ്ഥാനത്തു നിന്ന് അനക്കുക ചെയ്താൽ നമ്മുടെ സഹാക്കന്മാർക്ക് പണി ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അനങ്ങരുത്. സൽസലാം. ഒറ്റ നാടകം കളിക്കുന്ന നാടകം ഭയങ്കര കൈയ്യടി, ഭയങ്കര അഭിപ്രായം. ഇവിടുന്ന് ചേട്ടാ സിനിമയിലേക്ക് എങ്ങനെ വന്നേ? സിനിമയിലേക്ക് ശരിക്കും ഞാൻ
അഭിനയിക്കാനായിട്ട് വന്നതല്ല. ഞാൻ ഡയറക്ഷൻ, ഞാൻ നാടകത്തിൽ തന്നെ ഞാൻ ഡയറക്ഷനിലായിരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയറക്ഷൻ ഫീൽഡിലേക്ക് വരും. 10-26 നാടകത്തോളം ചെയ്തിട്ടുണ്ട്. ഫസഖ് നാടകമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് തന്നെ പറയാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിത്രരചന എനിക്കുണ്ട്. കൈവെക്കാത്ത മേഖലകളൊന്നുമില്ല. ലോറി പെയിൻറ് ചെയ്തിട്ടുണ്ട്, എന്താണ് കട്ടവണ്ടി വലിക്കാൻ പോയിട്ടുണ്ട്. കാര്യം ഞാൻ അല്പം ഈ സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അച്ഛൻ്റെ കാശ് കൊടുത്ത് ഇത് വാങ്ങിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ കാശില്ലാതെ വരുമ്പോൾ മൈക്കാട് പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അതിനൊന്നും ഒരു മടിയില്ല എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഒക്കെ കാശുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ എന്താ ഈ പരക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെയും ആനിച്ചേട്ടൻ, ഞാൻ പറയാം എൻ്റെ ജീവിതത്തിലെ അച്ഛൻ്റെ അല്ല അച്ഛൻ്റെയും PJ ആൻ്റണിയുടെയും 2 പോർട്രേറ്റ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇങ്കിൽ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ അന്നിച്ചേട്ടന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള അതായത് താടിയൊക്കെ ഉള്ളതാണ്. അത് തന്നെയല്ല കണ്ണ് പൂച്ചക്കണ്ണാണ്. അപ്പോൾ ഈ പൂച്ചക്കണ്ണ് വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതും ഇന്ത്യൻ ഇങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അങ്ങനെ വരച്ച് വെച്ചത്. അപ്പോൾ KG ജോർജ് അച്ഛനെ ഇരകൾ സിനിമയിലേക്ക് വിളിക്കാനായിട്ട് എറണാകുളത്ത് ഞങ്ങളുടെ വീട്ടിൽ വരുന്നു. അപ്പോൾ ഞാൻ ഇല്ല. അപ്പോൾ ഈ പടം ഇരിപ്പുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഈ കഥാപാത്രം എല്ലാം പറഞ്ഞ് അച്ഛനത് ഭയങ്കര കഥാപാത്രം. ആനിച്ചേട്ടൻ ജോർജ് സാറിനും അച്ഛനും അത് ഭയങ്കര ഒരു ഇതുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഈ പടം കണ്ടു. അപ്പം ജോർജ് സാർ ആർട്ടിസ്റ്റാണ്. ജോർജ് സാർ ലോറി പെയിൻറ്ററും ഒക്കെ ഭയങ്കര ആർട്ടിസ്റ്റ്, നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജോർജ് സാർ ഇങ്ങനെ ചോദിച്ചു, ആരാ അത് വരച്ചത് ഇത് ചോദിച്ചു. അവർ നമ്മൾ മോനാ ഷമ്മിയാണ്. കൊള്ളാം. എന്നിട്ട് ഇത്ര പറഞ്ഞുള്ളൂ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ തുടങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ ചുമ്മാ ഒരു നമ്പർ അച്ഛൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അച്ഛനടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അച്ഛൻ്റെ ആഗ്രഹത്തിൽ വെച്ചിട്ടാണ്. ആശാൻ്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് അവന് ആഗ്രഹമുണ്ടെന്ന് അച്ഛൻ്റെ സത്യം ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ തന്നെ കാര്യം ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഇനി കുറച്ചും കൂടി സിനിമ പഠിക്കാനായിട്ട് ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ള തോന്നൽ അച്ഛനിലുണ്ടായതുകൊണ്ടായിരിക്കാം അച്ഛനായിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെ പറയണമെന്നൊന്നും. അപ്പം അങ്ങനെ ജോർജ് സാറിനോട് പറഞ്ഞു ഇങ്ങനെ ആശാനോട് വർക്ക് ചെയ്യണമെന്ന്. അങ്ങോട്ട് വിട്ടേരെ എന്ന് പറഞ്ഞാൽ അത്രേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ഇരകൾ ഷൂട്ടിങ്ങിന് ഞാൻ ചെല്ലുന്നു. ഒരു 3 ദിവസം 4 ദിവസം മറ്റേ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. ഡേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു കഴിഞ്ഞു. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് പല സെക്ഷനായിട്ടാണല്ലോ. ഇപ്പോൾ ഒരാൾക്ക് ക്ലാപ്പ് ഉണ്ടാവും, സ്ക്രിപ്റ്റ്, കോസ്റ്റ്, അങ്ങനെ ഏറെ സെക്ഷനാണ്. അപ്പോൾ അങ്ങനെ എന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ ലേറ്റായി പോയത് ഇന്ന പോലെ വേറെ എന്തോ ഒരു കാര്യമൊക്കെ അന്നേരം കള്ളെന്തോ പറഞ്ഞു. അടുത്ത പടം ചെയ്യാം, ഇപ്പോൾ പോയിട്ട് പൊക്കോളാം. തിരിച്ചിറങ്ങണമെന്ന് ഞാൻ താഴെ വന്നപ്പോൾ ലത്തീഫ് ഖായ അറിയാം, അവരുടെ താടി ലത്തീഫ് ഖാ ഓടി വന്നിട്ട് ഷമ്മിങ് വന്നേ. അപ്പോൾ ഞാൻ ചെന്നു, എനിക്ക് ഒരു ചെറിയ വേഷം അഭിനയിക്കാമോ? അപ്പോൾ വിളിച്ചിട്ട് അത് റാഗിങ് ഒരു സീനുണ്ട് ഇരകളിൽ, പടത്തുടക്കം. അതിൽ ഗണേശൻ ആ പയ്യനെ കൊല്ലുന്നത് അവിടെ നിന്നാണ് ആ ഇഷ്യൂ തുടങ്ങുന്നത്. ആ റാഗിങ് ലീഡ് ചെയ്യുന്ന ലീഡർ ഞാനാണ്. അങ്ങനെ ആ വേഷം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചത്. അന്നേരവും ശരിക്കും പറഞ്ഞാൽ അഭിനേതാവായിട്ട് ഞാൻ പോയിട്ടില്ല. അതിനുശേഷം പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറേ പടങ്ങൾ ചെയ്തിരുന്നു. ജാതകം, ചാണക്യൻ, പിന്നെ നവോദയയുടെ തന്നെ, പിന്നെ ഈ പറഞ്ഞ പോലെ നവോദയയുടെ ഒരു സ്റ്റാഫിനെ പോലായി. മൈഡിയ കുട്ടിച്ചാത്തൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എന്താണ് കടത്തനാടൻ നമ്പാടി അവരുടെ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്തതാണ്, കോടതി ചെയ്യിച്ചതാണ്, എങ്കിലും അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുമായിട്ടൊരു ഭയങ്കര, എനിക്ക് എന്തോ നവോദയ എൻ്റെ ഒരു ജീവിതത്തിൽ ഭയങ്കര, അപ്പച്ചൻ സാർ ഭയങ്കര ഒരു ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. വെച്ചാൽ സാമ്പത്തികത്തിനേക്കാൾ ഉപരി നമുക്ക് അറിവ് തരിക എന്ന് പറയുന്നത് വലിയ, ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ സമ്പാദ്യമായിട്ട് കാണുന്ന അറിവ് തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതേപോലെ ഇപ്പം നമ്മൾ സംസാരിച്ച ഈ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, ഒരുപാട് പേരെ പറയുന്നതിലും ഒക്കെ. ഇപ്പൊ KG സാറിനെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വോയിസിൽ തന്നെയാ പറയുന്നത്, ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരെയും ഇങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്തേച്ചാണോ ഈ ഡബിംഗിലൊക്കെ? അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ കുഴപ്പം. അപ്പൊ ഞാൻ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലേ കടത്തനാട് നമ്പറിലെ നസീർ സാറിന് വേണ്ടി ചെയ്തതെന്ന്, അത് ശരിക്കും ആ ഒരു ഓഫർ വന്നത് എങ്ങനെയാ? ചേട്ടന് കറക്റ്റ് ആ വോയിസ് വരുന്നുണ്ടാണോ അതോ ജയറാമേട്ടനായിരുന്നോ കൂടുതലും മിമിക് ചെയ്യാൻ? അല്ലല്ല, അതിനകത്ത് കാര്യമുണ്ട്. ഞാൻ ഈ ഇതെന്ന് പറയുന്നത് ഈ കടത്തനാടൻ നമ്പാടി സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോർട്ട് പ്രൊസീഡിങ്സിൽ പെടുന്ന ഒരു സിനിമയായിരുന്നു. കോടതി ഏറ്റെടുത്തിട്ട് നവോദയ ഏൽപ്പിച്ചിട്ട് നവോദയ
അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പണിയെല്ലാം തീർത്ത് പടം ഇറക്കി ആ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഈ പറയുന്ന അതിനകത്ത് നിക്ഷേപകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തതായിരുന്നു. പക്ഷെ അത് സക്സസ് ആയില്ല അതുപോലെ. പക്ഷെ അന്നേരം ഈ പറഞ്ഞ പോലെ കുറേ നൂലാമാലകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ നസീർ സാറിൻ്റെ ശബ്ദമില്ല അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് കുറേ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ലാസ്റ്റ് ജയറാമിനെ ഫിക്സ് ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് അത് മാത്രമല്ല, സ്ക്രിപ്റ്റ് ഇല്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ എങ്ങനെ ഇത് ഡബ് ചെയ്യും? അതും ഇപ്പം നമ്മളൊക്കെ നമ്മൾക്ക് സാധാരണ അഭിനയിച്ച പടം എന്ന് പറഞ്ഞാൽ ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ഡബ്ബിങ് തീർക്കും. പിന്നെ ഇത് 5 വർഷത്തിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. അതിൽ എഴുതിയ ശാരംഗപാണി സാറ് പോലും വന്ന് കണ്ടിട്ട് അതിൻ്റെ എന്താ ഡയലോഗ് എന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് വായി നോക്കിയിരുന്ന് ഓരോന്നിട്ട് അത് ഉഗ്രം കോമഡി. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നങ്ങ് ഈ പറഞ്ഞ എപ്പിസോഡൊക്കെ തീരുമില്ല. അതിനകത്തൊരു സീക്വൻസ് തന്നെ ഞങ്ങൾ മാറ്റി എഴുതിയിട്ട് ആ ഒറിജിനൽ കേട്ടപ്പോൾ അന്തം വിട്ടുപോയി. അങ്ങനെ വരെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അനുഭവങ്ങളാണെന്നേ. കൊച്ചിൻ ഇനീഫ ചേട്ടനും വേറെ ഒരാളും കൂടെ സി പോള ചേട്ടനും കൂടെ ഒരാളെ കുത്തി കൊല്ലുന്നുണ്ട്, വാള് വെച്ച് ഇങ്ങനെ കുത്തി കൊല്ലുന്നു. അപ്പോൾ നമുക്ക് ഈ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ശബ്ദമില്ലാതെ പിക്ചർ മാത്രം കാണുമ്പോൾ നമുക്ക് ഒന്നാമത് നമ്മൾ അതിനകത്ത് ഷൂട്ടിങ്ങിന് ഇൻവോൾവ് അല്ല, ആരും ഇൻവോൾവ് അല്ല, ഒന്നും അറിയില്ല. ഈ ഷോട്ട് ജീവിതത്തിൽ ആദ്യം കാണുന്ന ഇതാണ്. അങ്ങനെ ഇതിങ്ങനെ ലൂപ്പ് ചെയ്ത് പോവുക. ഒരു ഷോട്ട് തന്നെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക, നോ സൗണ്ട്. ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും നിൽക്കുകയാണ്, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരുത്താണ് പോലും 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 എഴുതി പോലും പോലും അങ്ങനെ പോലും എഴുതി വെച്ചു. അല്ല ഇപ്പം ഒരു ശ്രദ്ധിച്ചോണം കേട്ടോ, പോലും എഴുതി വെച്ചു. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി ജോത്സ്യനാണ് പോലും എന്നില്ല. ജോത്സ്യനാണോ? അത് കണ്ടിട്ട് ജോത്സ്യനെ പോലെ തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ യെസ്, ഇയാൾ കതിരൂരി കൂടെ വഴി നടന്നൊന്നും ചോദിച്ചില്ല. കേസ് കറക്റ്റ്. കതിരൂരി കൂടെ വഴി നടന്നു ചോദിക്കാത്തതിന് കുത്തിക്കൊല്ലുകയാണ്. ഞങ്ങളത് കംപ്ലീറ്റ് ഡബ് ചെയ്തു. കുറച്ചൊക്കെ നമ്മൾ ഡയലോഗ് എഴുതി ഉണ്ടാക്കി മാച്ച് ചെയ്ത് സീൻ കംപ്ലീറ്റ് ഡബ് ചെയ്തു. അങ്ങനെ അത് മദ്രാസിൽ ചെന്നു. ഞാൻ നസീർ സാറിന് വേണ്ടി ഞാൻ മദ്രാസിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഈ കൊല്ലുന്ന ആളില്ലേ, മരിക്കുന്ന ആൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിച്ചത് ഒരിക്കലും മറക്കത്തില്ലല്ലോ. അവർ ജീവിതത്തിൽ അവരുടെ വലിയ ഇതായിട്ടില്ല. അവൻ അവിടെ മദ്രാസിൽ ഇത് കാണാനായിട്ട് അവിടെ സെറ്റ് വന്നപ്പോഴത്തേക്ക് ആരോ ചോദിച്ചു, നിന്നെ എന്തിനാണെന്ന് കൊല്ലുന്നത്? ആക്ച്വലി ഞാനൊരു ജോത്സ്യനാണ്, ഞാൻ കതിരൂര് മുടിയൂന്ന് പ്രവചിച്ചിട്ടുണ്ട്, അതിനാണ് എന്നെ കൊല്ലുന്നത്. അപ്പൊ ശരിക്കും ഡയലോഗ് എന്താണ്? ചോദിച്ചില്ല പോലും എന്നാണ് ഞങ്ങൾ ഡബ് ചെയ്തിരിക്കുന്നത്. ചോദിച്ചില്ല പോലും, ജോത്സ്യനാണ് പോലും. വല്ല വ്യത്യാസമുണ്ടോ? നിങ്ങൾ ലിപ്പ് നോക്ക്. ചോദിച്ചില്ല പോലും, ജോത്സ്യനാണ് പോലും, ഒരു വ്യത്യാസമില്ല. ശബ്ദം മ്യൂട്ട് ചെയ്തിട്ട് ഓൺലി ലിപ്പ് നോക്ക്, എല്ലാം ഒന്നാണ്. അപ്പൊ അങ്ങനെ വെച്ച് സബ്ജക്ട് ഫുള്ള് ഡബ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ജോത്സ്യനാണ് പോലും വെച്ച് രണ്ടാമത് ഡബ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അനുഭവമല്ലേ? അത് പറയാം. അതിൽ നസീർ സാറിൻ്റെ ഒത്തിരി നല്ല പോർഷൻസ് ഉണ്ട്. അതിൽ അത് വെച്ചാൽ ഈ നസീർ സാറിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ സാധാരണ പറയുന്ന മിമിക്രിക്കൊക്കെ നമ്മൾ പറയാറില്ലേ, എന്താണ് മണ്ടിപ്പെണ്ണി അങ്ങനത്തെ ആ ശബ്ദം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രീതിയല്ല പുള്ളി അഭിനയിച്ചിരിക്കുന്നതിനകത്ത്. ഇതിനകത്ത് കൂടുതൽ സെൻറ്റിമെൻറ്റ്സ്, അതുപോലെ വൈകാരിക അങ്ങനത്തെ തലങ്ങളിലുള്ള ഒത്തിരി പ്രകടനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതിനകത്ത് മോള് മരിച്ചു കിടക്കുന്ന ഒരു സീനുണ്ട്. അതിൽ പുള്ളി വന്നിട്ട് പറയും, അല്ല അതിന് മുമ്പുള്ളതാണ് നല്ല ഡയലോഗ്. നസീർ സാറിൻ്റെ ഫുൾ സ്റ്റൈലൈസേഷനുള്ള ഡയലോഗ്. പൊന്നമ്മ ചേച്ചി വന്നിട്ട് ലാലേട്ടനെ അമ്പാടി ഇയാളോട് അംഗം കുറിച്ചു എന്ന് പറയുമ്പോഴത്തേ ഗുരുക്കളെ അരുത് എന്ന് പറഞ്ഞിട്ട് പൊന്നമ്മ ചേച്ചി വരുന്ന സീനുണ്ട്. അതിൽ കുങ്കി എന്നാണ് പൊന്നമ്മ ചേച്ചിയുടെ പേര്. അപ്പം പൊന്നമ്മ ചേച്ചിയുടെ പറയും, കുങ്കി, ഈ കൈകളിൽ കിടന്നാണ് അവൻ വളർന്നത്, ഈ നെഞ്ചിലാണ് അവൻ കുത്തിയത്. പണ്ടവൻ എൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുമ്പോൾ ശരിക്ക് വേദനിക്കില്ലായിരുന്നു, പക്ഷെ ഇന്നവൻ എൻ്റെ ചങ്കിലാണ് കുത്തിയത്. പക്ഷെ എൻ്റെ എല്ലാമായിരുന്ന എൻ്റെ പൊന്നുമോളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ, ഈ പയ്യപ്പള്ളി തറവാട്ടിൽ ഇവിടെ കളങ്കപ്പാട് മായ്ക്കണമെങ്കിൽ ശരിക്കും അവളെ ചതിച്ചവൻ്റെ ചോര കിട്ടിയേ. ഈ ഒരു തേങ്ങലാണ് എൻ്റെ കണ്ണീ നിറഞ്ഞ നിറച്ചിലുണ്ടല്ലോ, അത് അന്നുണ്ടായിരുന്നു. ആ ഇൻവോൾവ്മെന്റ് ആണ് ആവശ്യം. അങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞാൽ അത് സത്യമാണ്. ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്യാരക്ടർ വൈസ് ചേട്ടൻ ഒത്തിരി വില്ലനാന്നു, പക്ഷെ സോഷ്യൽ ഇഷ്യൂസിൽ ഒരുപാട് ഇടപെട്ടിട്ട് ചേട്ടൻ ശരിക്കും ഒരു ഹീറോ ആയിട്ടുണ്ട്. ഹീറോ ആയിട്ടുണ്ടെന്ന് ഒരിക്കലും ഞാൻ തന്നെ പറയാൻ പാടില്ല. ഇല്ല, നാട്ടുകാർ പറഞ്ഞതാ. നാട്ടുകാർ പറഞ്ഞാൽ ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എല്ലാ ഇഷ്യൂസിൽ എല്ലാ ഇഷ്യൂസിലും ഞാൻ ഇടപെടാറില്ല. എനിക്കൊരു ഇഷ്യൂ വന്നപ്പോൾ അത് എൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നാട്ടുകാരുടെ വിഷയം ആയി മാറിയതാണ്. എൻ്റെ ഒരു ഇഷ്യൂവിനകത്ത് നാട്ടുകാരുടെ മുഴുവൻ വിഷയമാണ്. കാര്യം
അത് ഒന്നാമതായി ഞാൻ മാത്രമല്ല പരാതിക്കാരൻ. പിന്നെ പരാതി ഞാനൊരു സിനിമാ നടനായതുകൊണ്ട് ഞാനത് ഒന്ന് അറിയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ പ്രതികരണം അല്ലെങ്കിൽ എൻ്റെ അത് കുറച്ചും കൂടെ പബ്ലിസിറ്റി ഇതായെന്ന് വന്നേ ഉള്ളൂ. അത് തന്നെയല്ല, ഞാൻ പ്രതികരിക്കുന്ന രീതിക്കും കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ ചെയ്യുന്ന പോലല്ല. അതിൻ്റെതായ എന്താ പറയുക, സ്ട്രോങ് ആയിരിക്കും. മാത്രമല്ല, ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിലെ 3 സെക്രട്ടറിമാർക്ക് റെഡ് കാർഡാണ്. റെഡ് കാർഡെന്ന് മനസ്സിലായോ? വിജിലൻസിൻ്റെ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഡയറക്ടർ പറഞ്ഞില്ലേ, അത് ഒരു മഞ്ഞ കാർഡ്, ഒരു റെഡ് കാർഡ്. അതിൽ 3 പേർക്ക് റെഡ് കാർഡ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇനി വരുന്ന സെക്രട്ടറിമാർക്കൊക്കെ ഇപ്പം ഇരിക്കുന്നവർക്ക് അതിൽ അറിയാന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, അവർ യെല്ലോയിലേക്ക് വരുന്നു. ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നതാണ് കോടതിക്ക് എപ്പോഴും തെളിവാണ്. കോടതിക്ക് ആവശ്യം തെളിവെന്ന് പറഞ്ഞാൽ നിയമം തന്നെയാണ്. തെളിവ് ആക്ട് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സിന് വേണ്ടി ഒരു നിയമം തന്നെയുണ്ട്. ഇന്ന പോലുള്ള അങ്ങനെ ഒരു കേസ് ഇപ്പോൾ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കട്ടെ, എനിക്കെതിരെ ഒരു 12 ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ഷമീ തിലകനെതിരെയുള്ള തെളിവാണ്. ഞാൻ അതിന് കൗണ്ടറായിട്ട് 88 ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുക. ആനി പറഞ്ഞ മുഴുവൻ കള്ളമാണ്, ഇതാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഏതാണ് ശരി? മനസ്സിലായില്ലേ? അവിടെയാണ് എനിക്കൊരു എന്താണ് ഈ കോർപ്പറേഷനും ഈ പറയുന്ന കക്ഷിയും കൂടെ തമ്മിൽ ഒത്തുകളിച്ച് ഈ പറയുന്ന അപ്പലറ്റ് കോടതി വന്ന് നടത്തിക്കൊണ്ടിരുന്ന ഈ ഒത്തുകളി ഞാൻ പൊളിച്ചു. ഞാൻ അഡീഷണൽ റെസ്പോണ്ടന്റ് ആയിട്ട് ഇംപ്ലീഡ് ചെയ്ത് കയറി. എനിക്കവിടെ റോളില്ല. ഞാൻ ഇവിടുത്തെ ഇത് അഫക്റ്റഡ് പേഴ്സൺ ആണ്. ഞാനിത് അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ഇംപ്ലീഡ് ചെയ്ത് എന്നെ കേൾക്കണം. കോടതി കേട്ടില്ലെങ്കിൽ വേറെ പ്രശ്നം വരും, ഞാൻ ഹൈക്കോടതി പോകും. അപ്പോൾ ഒരാൾ തുനിഞ്ഞു നിന്നാൽ രക്ഷയില്ല. നിയമം നമുക്കുള്ളതാണ്. സത്യം. എന്തായാലും ഇപ്പൊ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ പ്രശ്നം വിളമ്പിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഞങ്ങളുടെ അയൽവക്കത്ത് ഉള്ള ഒരു ടീച്ചറാണ്. സ്കൂളിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അവരെ പോയി ഒന്ന് കാണാൻ പോയി. എന്റെ ചേച്ചിയുടെ എന്റെ അന്വേഷണം പറയണേ. വരാത്തതിൽ വിഷമമുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു ചേച്ചിയുടെ അനുഭവം കേട്ടപ്പോഴത്തേനും പ്രയാസം വരുന്നില്ല, വിഷമം മാറി. പിള്ളേരോ ചേട്ടാ? പിള്ളേർ ഒരാളേ ഉള്ളൂ, മോനാണ് അഭിമന്യു. എന്നാ ചെയ്യുക? അവനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. നല്ല വരയ്ക്കും. അപ്പനെ കൂട്ടാ? അവനെ കൂട്ടല്ല, അപ്പനെ കൂട്ടെന്ന് വേണം പറയാം. അപ്പൊ ചേട്ടാ മോനിപ്പോ എഞ്ചിനീയറിംഗ് അവന്റെ ഇഷ്ടത്തിന് പോയതാണോ അത് അപ്പം പറഞ്ഞു പോയതാ? എനിക്ക് തോന്നുന്നു കൂടുതൽ അമ്മയുടെ ഇഷ്ടമാണെന്ന് തോന്നുന്നത്. കൂടുതൽ അങ്ങനെയാണല്ലോ. പിന്നെ എല്ലാവരും മക്കള് കൂടുതൽ പഠിക്കണമെന്ന് സാധനം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ അവനൊരു ഒരിക്കലും ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടില്ല. നീ A+ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിനക്ക് എന്തായാലും C താഴെ പോവാതെ നോക്ക്, അത്രയൊക്കെ മതി. ഇപ്പോഴത്തെ കാലത്ത് എന്തിനാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ അവള് ബലം പിടിക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇപ്പം ബേസിക്കലി പറയാറുണ്ട്, അപ്പനും അമ്മയും ആണെങ്കിൽ എല്ലാ പിള്ളേരെയും പിടിച്ചിരുത്തി നീ ഡോക്ടർ ആയിക്കോണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിക്കോണം, ഇന്നതായില്ലേ ഇന്ന പ്രയാസമാണ്. അല്ലെ കൊച്ചിന് ചിലപ്പോൾ അതിനോട് താല്പര്യമേ കാണത്തില്ലായിരിക്കും. ചേട്ടൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ്റെ വ്യൂ പോയിന്റിൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷനെ കുറിച്ചും ഒക്കെ എന്നതാണ് നമ്മൾ ചെയ്യേണ്ടതും പിള്ളേർക്ക് എന്നാ പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ശുദ്ധ അസംബന്ധം എന്നാ പറയാൻ പറ്റുള്ളൂ. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. അത് നേരാ, ഉള്ള സത്യം പറയാലോ, ഞാൻ യോജിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പഠന സമയത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു വിഷയം എന്ന് പറയുന്നത് കണക്കായിരുന്നു. കണക്ക് കൂട്ടൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിലും എനിക്ക് കണക്ക് കൂട്ടാൻ അറിഞ്ഞൂടാ, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം അങ്ങനെ കണക്ക് എന്ന് പറയുന്നത് മത്തായ സാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. A+B² പണ്ടാരം എന്താണ് ഒരു A+B² അപ്പോൾ ആ സാധനം ഞാൻ എന്നെ ഇവിടെ കാണാൻ അറിയാം. ഒരു 1500, 2000, 3000 പ്രാവശ്യം എംപോസിഷനൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ അത് പഠിച്ചത് അല്ല, എനിക്ക് പറ്റൂല. അത് അതേസമയം ഒരു ഡയലോഗ്, എന്ത് ഡയലോഗാണ് എഴുതുക? ഞാൻ പറയാമല്ലോ, ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയിലെ മോണോലോഗൊക്കെ എനിക്ക് നല്ല വെള്ളം പോലെ കാണാൻ അറിയാം. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യമായിരിക്കാം ചിലപ്പോൾ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത്.
പക്ഷെ അതുപോലെയല്ല ഈ സാധനം എനിക്ക് ജന്മത്ത് വരില്ല. പക്ഷെ ഞാൻ ആലോചിച്ചു, ഞാൻ അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സൊക്കെ ജയിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ഈ A+B ദ ഹോൾ സ്ക്വയർഡ് ഇതൊക്കെ ഈ പണ്ടാരം പഠിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ഗുണമുണ്ടായി? അതേസമയം എൻ്റെ ടേസ്റ്റ് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പം മുതലേ ഞാൻ തെളിയിച്ചതാണ്. എൻ്റെ ഗുരുക്കൾ മണിക്കൂട്ട സാർ എന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഗുരു എന്നോട് നീതി പുലർത്തിയിട്ടുണ്ട്, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് എന്നോട് മാത്രം മതിയോ? സത്യമാണ്. ഈ ലോകത്തുള്ള എല്ലാ ആളുകളോടും എല്ലാ കുഞ്ഞുങ്ങളോടും അവരുടെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് മാത്രം അവർക്ക് കൊടുക്കുക. ആ പ്രായത്തിൽ അത്രേ ആവശ്യമുള്ളൂ. അതേസമയം ഈ പറയുന്ന സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി IPC, ഒരു ഇച്ചിരി കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂള്, ഒരു ഇച്ചിരി മുനിസിപ്പാലിറ്റി ആക്ട്, ഇതിൻ്റെയൊക്കെ പ്രാഥമികമായ അതെല്ലാം വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരാൾ വീട് വെക്കുമ്പോൾ അവിടുന്ന് റോഡിൽ നിന്ന് എത്ര മീറ്റർ വേണം, അതുപോലെ കിണറിൻ്റെ എത്ര മീറ്റർ ദൂരെ മാറി മറ്റേ അത് വെക്കാം, മാലിന്യം നിർമ്മാർജ്ജന കുഴി, ഇത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്നല്ല, ചെയ്യാൻ വേണ്ടിയിട്ടല്ല. മറ്റൊരുത്തൻ വയലേറ്റ് ചെയ്താൽ നമ്മൾ പോയി ചോദിക്കണം, നീ അത് ചെയ്യുന്ന തെറ്റല്ലേ. ഇത് ചെയ്യാതെ വരുമ്പോഴാണ് ലോകം നശിക്കുന്നതെന്ന് ഞാനല്ല പറയുന്നത്, ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളതാണ്. ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? പ്രതികരിക്കാത്ത ഒരു ജനതയായിരിക്കും ഈ ലോകത്തിന്റെ നാശം. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതികരിച്ചാൽ ഒരുത്തിനോട് നീ എന്തിനാ അങ്ങനെ വീട് വെക്കുന്നേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇവരെല്ലാവരും അനുസരിക്കാമെങ്കിൽ നിനക്കെന്താ ചെയ്തു അത് അനുസരിച്ചാൽ എന്ന് ചോദിച്ചാൽ നീ ആരാണ് അത് ചോദിക്കാൻ, അല്ലെ നിനക്ക് എന്താ അറിയാം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. അതിനാണ് 2005 നമുക്ക് ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വിവരാവകാശ നിയമം. ആ നിയമം യൂസ് ചെയ്യുക, അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വിജയം എന്ന് പറയുന്നത് ആ വിവരാവകാശ നിയമം വേണ്ട വിധം ഉപയോഗിച്ചു. നമ്മളൊരു പരാതി കൊടുക്കുന്നു കോർപ്പറേഷനിൽ, അതാണ് ഇന്നതാണ് പരാതി കൊടുക്കുന്നു, ഒരു രസീത് മേടിക്കണം. ആ രസീത് മേടിച്ചിട്ട് കൃത്യം 15ാം ദിവസം ആ രസീതിൻ്റെ നമ്പറും അതിൻ്റെ കാര്യങ്ങളും വെച്ചിട്ട് ഒരു 10 രൂപ കോഡ് ഫീ സ്റ്റാമ്പും ഒട്ടിച്ച് വിവരാവകാശ നിയമം പറഞ്ഞിട്ട് കൊടുത്തിട്ട് എന്തായി, ഇത്രാം തീയതി ഞാൻ തന്ന പരാതിയുമേൽ എന്ത് നടപടി എടുത്തു, ആ നടപടി എടുത്തതിൻ്റെ പൊതു താല്പര്യാർത്ഥം അതിൻ്റെ ഫയൽ കുറിപ്പ് സഹിതം നൽകുക. ഓടും. ശരിയാ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഉറച്ച മനസ്സും ഒരു ഇച്ചിരി തുപ്പലും 10 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പും ഉണ്ടെങ്കിൽ യു ക്യാൻ റൂൾ ദിസ് വേൾഡ്. ചേട്ടാ വലിയ വലിയ കാര്യങ്ങളാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു ചെറിയ വിവരം പറഞ്ഞു തരുമോ? ഈ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ഫുഡ് നല്ലതോ ചീത്തയോ എന്നുള്ളതിനേക്കാളും ഉപരി മനസ്സോടെ തരുമ്പോൾ ഇല്ലേ അതിന് ടേസ്റ്റ് കൂടും. വളരെ നല്ല ഒരുപാട് കാര്യങ്ങളാണ് ചേട്ടൻ പറഞ്ഞു തന്നെ. ഇനി ചേട്ടാ എനിക്കിനി സിനിമയെക്കുറിച്ച് പറയണം. അതായത് ചേട്ടൻ ഷമി തിലകൻ എന്നൊരു വ്യക്തിയെ ചേട്ടൻ എങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ പേഴ്സൺ? ഞാൻ അതിൽ ഭയങ്കര വീക്കെന്നല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഓരോരുത്തരെയൊക്കെ എന്താണ് പറഞ്ഞ മാനേജർ മറ്റൊരു എന്തോ എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അല്ല ചേട്ടന്റെ ലൈഫിൽ ചേട്ടൻ എന്തായാലും പാഷനായിട്ട് ആക്ടിങ് എടുത്തിട്ടുണ്ട്. അപ്പം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്റെ പാഷൻ എന്താന്ന് ഞാൻ ഇതുവരെ ആരും റിവീൽ ചെയ്തിട്ടില്ല. അല്ല സി ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം പഠിച്ച് അരങ്ങേറ്റം നടത്തിയതാണ്. ആ ഭരതനാട്യം പഠിച്ചതെന്ന് പറഞ്ഞാൽ ആരെടുത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണുതളും. കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ഭാര്യ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോഹിനിയാട്ടത്തിൻ്റെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ്. ശോഭന ഭയങ്കര ഇതാണ്, ഭയങ്കര അമ്മയുടെ കാലത്തൊട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്, അരങ്ങേറ്റം നടത്തിയതൊക്കെ അതാണ്. അപ്പോൾ അത് ഞാൻ പഠിച്ചിട്ട് ഞാൻ ഡാൻസർ ആവാനല്ല, ഒരു നടൻ എന്ന് മാത്രമായിട്ടുള്ള ഒരു ഇതിലേക്ക് ഒതുങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം നടനാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എൻ്റെ വെച്ചാൽ എപ്പോഴും ഒരു ഡയറക്ടേഴ്സ് എൻ്റെ ഒരു ഇതാണല്ലോ, നമ്മളുടെ അവരുടെ താല്പര്യമാണ് മറ്റൊരാളുടെ താല്പര്യം. ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു സിനിമയിൽ പോലും അവർ പറയുന്നതിനപ്പുറം ഞാൻ ചെയ്യാറുമില്ല. ഒരു കാര്യത്തിൽ എനിക്ക് തിലകനങ്കിളിൽ നിന്ന് ഒരുപാട് ക്ലാസ്സസ് കിട്ടിയ മാതിരി തോന്നുന്നു. ഷമിച്ചേൻ്റെ വർത്താനത്തിൽ തന്നെ ശരിക്കും എനിക്ക് തിലകനങ്കിളിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയെന്ന് തോന്നുന്നു. ഒത്തിരി ക്ലാസ്സസ് എനിക്ക്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ തിലകനങ്കിൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. വേണ്ടിയിരുന്നു, ഒരുപാട് ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാൻ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ എന്നാലും ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഈ ഷോയിൽ വന്ന് ഒത്തിരി വലിയ കാര്യങ്ങൾ പറഞ്ഞു.